സിനിമാക്കാർക്ക് ഒരു നീതി, നാട്ടുകാർക്ക് വേറെ രീതി എന്നുണ്ടോ? ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും തുല്യനീതി ആണ് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഞാൻ പുറപ്പാട് എന്ന് പറഞ്ഞ ജേസി സാറിൻ്റെ പടം വർക്ക് ചെയ്യാനായിട്ട് മൂലമറ്റത്ത് ചെല്ലുമ്പോഴാണ് ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടത്. പിൽക്കാലത്ത് ശരത്ചന്ദ്രൻ വയനാട് എന്ന പേരിൽ അറിയപ്പെട്ടു. ശരത്ത് നല്ല കഴിവുള്ള കലാകാരനാണ്. ഒരുപാട് കഥകൾ, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും അടക്കം ഒരുപാട് കഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്, സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലത്ത് ഇപ്പം 2 ദിവസമേ ഉള്ളൂ, ശരത്ചന്ദ്രൻ ഒരു വിവാദത്തിന് തിരികൊളുത്തി. കന്നഡ പടം എന്തോ ചെയ്യാനായിട്ട് മൈസൂറിൽ പോയി അവിടെ പ്രൊഡ്യൂസറുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ശരത്ചന്ദ്രൻ അവിടെ തങ്ങേണ്ടി വന്നു. ഒരു സുപ്രഭാതത്തിൽ ശരത്ചന്ദ്രന് തോന്നി 85 വയസ്സായ അമ്മയെ കാണണം. അതിന് പ്രോപ്പർ വേയിലൂടെ നോർക്കയിലൊക്കെ ബുക്ക് ചെയ്തൊക്കെയാണ് വരേണ്ടത്. ഞാനൊരു കലാകാരനായതുകൊണ്ട് ഞാനങ്ങനെയൊന്നും ബുക്ക് ചെയ്ത് വരാൻ തയ്യാറല്ല. എനിക്ക് വയനാട്ടിൽ പോകണം. എവിടെ നടക്കും? അവിടെയൊന്നും നടക്കില്ല. ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെയൊക്കെ ശരത്ചന്ദ്രൻ ഒരുപാട് കലഹിച്ചു. പൊതുസമൂഹത്തോടും സിനിമാക്കാരോടും സിനിമാ സംഘടനകളോടും സിനിമാ മന്ത്രിയോടും ഒക്കെ കലഹിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. കാരണം അത് അർഹതപ്പെട്ട ഒരു കാര്യമല്ല. ഞാൻ ശരത്ചന്ദ്രന് വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് ഇട്ടു, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജ് ഇട്ടു. ശരത്തെ, നോർക്കയിൽ ബുക്ക് ചെയ്താൽ പോലും പ്രായമായ ആൾക്കാർക്ക്, ഗർഭിണികളായവർക്ക്, കുട്ടികൾക്ക്, രോഗികൾക്ക് ഇവർക്കൊക്കെയാണ് പ്രിഫറൻസ്. അല്ലാതെ വയനാട്ടിൽ നിന്ന് മൈസൂരിൽ കഥ പറയാൻ പോയ ശരത്ചന്ദ്രന് പെട്ടെന്ന് അമ്മയെ കാണണമെന്നൊരു ഉള്ളുള്ളി വന്നപ്പോൾ എനിക്ക് പോകണം, എന്നെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാനൊരു കലാകാരനാണ്, എന്നെ ആരുമില്ലേ എന്നൊന്നും ചോദിച്ചാൽ നടക്കില്ല എന്ന് ഞാൻ മറുപടി ഇട്ടു. ശരത്ചന്ദ്രൻ മൈസൂരിൽ നടത്ത ആരംഭിച്ചത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ശരത്ചന്ദ്രനെ തെറി പറയുന്നു. കാരണം ശരത്ചന്ദ്രൻ നടക്കുന്നതും ശരത്ചന്ദ്രൻ്റെ സൈഡ് ഷോട്ട്, ബാക്ക് ഷോട്ട്, ഫ്രണ്ട് ഷോട്ട് ഒക്കെ ഇട്ടാണ് ഈ നടത്ത ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുക, ശരത്ചന്ദ്ര നിങ്ങൾ നടക്കുന്നത് ക്യാമറമാനുമായിട്ടാണോ? ശരത്ചന്ദ്രൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇന്നലെ രാത്രി മൈസൂരിൽ എവിടെയോ ഒരു സ്ഥലത്തെത്തിയിട്ട് രാത്രി ഇരുട്ടത്ത്, ലൈറ്റൊന്നും ഇല്ലാത്ത ഒരു ഇരുട്ടത്ത് നിന്ന് ശരത്ചന്ദ്രൻ സംസാരിക്കുന്നു. എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി എൻ്റെ സുഹൃത്ത് വയനാട്ടിൽ നിന്നും കാറുമായി എന്നെ തേടി വരുന്നുണ്ട്, ഞാൻ അയാളുടെ കാറിൽ പോവുകയാണ്, ഇന്നിട്ടിരിക്കുന്നു, ഞാൻ ഇങ്ങെത്തി. നല്ലത്. പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, ശരത്ചന്ദ്രനെ വിളിക്കാനായിട്ട് ഈ സുഹൃത്തിന് എങ്ങനെ കാറുമായി മൈസൂരിൽ വരാൻ കഴിഞ്ഞു? അത് നിയമപരമായി തെറ്റാണ്. കർണാടകയിൽ ഒന്നാമത് ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് അവിടുത്തെ പോലീസ് തടയലും മണ്ണുവാരി റോഡിലിടലും ഒക്കെ നടക്കുന്ന കാലമാണ്. അതിനിടയിൽ കൂടെ എങ്ങനെയാണ് വയനാട്ടിൽ നിന്ന് ഈ സുഹൃത്ത് മൈസൂരിലെത്തുന്നത് എനിക്കറിയില്ല. അവിടെ നിന്ന് ശരത്തിനെയും കൊണ്ട് യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ ശരത്ചന്ദ്രനും ഈ കൂട്ടുകാരനും കൂടെ കാറിൽ കയറി വയനാട്ടിലെത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എത്തിയെങ്കിൽ എത്തട്ടെ. പക്ഷേ എത്തുമ്പോഴും ഒരു അപകടമുള്ളത്, മൈസൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ എത്തിയ ശേഷം സത്യം പറഞ്ഞാൽ നമ്മുടെ എം എൽ എമാരെ പോലും ക്വാറന്റൈനിൽ പിടിച്ചിട്ടതുപോലെ ശരത്തിനെയും സുഹൃത്തിനെയും മിക്കവാറും പോലീസ് പിടിച്ച് അകത്തിടും 14 ദിവസത്തേക്കെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ പറയുന്നത്, രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുമ്പോൾ, മഹാമാരി പോലെ ഒരു അസുഖം പടർന്നു പിടിക്കുമ്പോൾ സർക്കാരുകൾ കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകി ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം തടഞ്ഞിരിക്കുന്ന ഒരവസരത്തിൽ ഒരു കലാകാരനായി എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണം, എന്നെ നിങ്ങൾ കൊണ്ടാക്കുമോ, അല്ലെങ്കിൽ എന്നെ ഒരു വണ്ടി കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് കലാകാരൻ എന്താ കൊമ്പുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാം അറിഞ്ഞതാണല്ലോ, ഒരു പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ ബലാത്കാരമായി ഉപയോഗിച്ചു എന്നുള്ള പേരിൽ ഒരു പോക്സോ കേസ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്ന ഒരു സംവിധായകൻ്റെ പേരിൽ. എന്നെ ഒരു വലിയ നേതാവ് വിളിച്ചിട്ട് ചോദിച്ചത്, വട്ടിയൂർക്കാവ് പോലീസ് കേസെടുക്കാൻ എന്താ അവകാശം അവർക്ക്? ഇദ്ദേഹം കൊടുങ്ങല്ലൂരോ എറണാകുളത്തോ അല്ലേ കേസെടുക്കേണ്ടത്? വട്ടിയൂർക്കാവിലെടുത്തത് എന്താണെന്ന് വെച്ചാൽ, വട്ടിയൂർക്കാവിൽ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന PTP നഗറിലെ ഒരു ഫ്ലാറ്റ്
സർക്കാർ എടുത്തു കൊടുത്താൽ നമ്മളെന്തിനാ ഇനി വിളിക്കണം? ഞാനിപ്പോൾ പേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ചലച്ചിത്ര അക്കാദമി ചെയർമാനായ കമലിന് എടുത്തു കൊടുത്തിരിക്കുന്ന ഫ്ലാറ്റ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതാണ്. ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഫ്ലാറ്റിലാണ് ഇത്തരം പീഡനം നടന്നതെന്ന് പരാതി വന്നിരിക്കുന്നതുകൊണ്ടാണല്ലോ വട്ടിയൂർക്കാവിലേക്ക് ഒരു വിവരമുള്ള ഒരു വക്കീൽ, ഹൈക്കോടതി വക്കീൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതൊക്കെ കോടതിയും നിയമങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തെളിയിക്കട്ടെ. പക്ഷേ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാൻ എന്താ അവകാശം? കൊടുങ്ങല്ലൂരുള്ള ആൾ, എറണാകുളത്ത് ഫ്ലാറ്റുള്ള ആൾ, തിരുവനന്തപുരത്ത് സർക്കാർ അതിഥി മന്ദിരത്തിൽ താമസിച്ചുകൊണ്ടാണ് അവിടെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് പരാതി. അതുകൊണ്ടാണ് അവിടെ കേസെടുക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ കേസെടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും നിയമമുണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സിനിമാക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവരൊരു ഒന്നൊന്നര ആളാണ്, കുറേ ലക്ഷങ്ങളും കോടികളും കയ്യിലുണ്ടെങ്കിൽ അവർ നിയമങ്ങൾക്കെല്ലാം അതീതരാണെന്നൊരു ബോധം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഇവിടുത്തെ സാധാരണ തൊഴിലാളികളും വിദ്യാഭ്യാസവും വിവരവും ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്കുള്ള അതേ തുല്യനീതി തന്നെയാണ് ഈ ശതകോടീശ്വരന്മാർക്കും ഉള്ളത് എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് സിനിമാക്കാർക്ക് കൊമ്പില്ല. സിനിമാക്കാരും ഒരു സാധാരണ മനുഷ്യൻ്റെ രീതിയിൽ മാത്രമേ നിയമങ്ങൾ കാണാവൂ, അങ്ങനെ പ്രവർത്തിക്കാവൂ. ഇവർക്കൊരു കൊമ്പുമില്ല. ഇവർ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സിനിമാക്കാരൻ അല്ലെങ്കിൽ കലാകാരൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കും ഇന്ത്യയിലെ നിയമം തുല്യമാണ്. അവർക്കും എന്താ പറയുക, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പരിരക്ഷ മാത്രമേ നൽകാവൂ. ഈ പോക്സോ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പോക്സോ കേസ് സുപ്രീം കോടതി പറയുന്നത് ഗൈഡ് ലൈൻ അനുസരിച്ചാണെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളൊരു വാർത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ ആ പർട്ടിക്കുലർ കേസ് അപ്പം അന്വേഷിച്ച് FIR ഇടണമെന്നാണ്. അതായത് നടന്നോ നടന്നില്ല എന്നുള്ളതല്ല, അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് FIR പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കണമെന്നാണ് ഇന്ത്യൻ നിയമം. അത് തയ്യാറാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് തയ്യാറാക്കരുത് എന്ന് പറഞ്ഞ് മുകളിൽ നിന്നൊക്കെ വിളിച്ച് പറയിച്ച് എത്ര കാലം ജീവിക്കാൻ പറ്റും? അതും പരാതി കൊടുത്തിരിക്കുന്നൊരു ഹൈക്കോടതി വക്കീലാകുമ്പോൾ അയാൾ വിടുമോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി സമചിത്തതയോടുകൂടി പെരുമാറാൻ, അതായത് പൊതുസമൂഹത്തിനുള്ള പരിരക്ഷകൾ മാത്രമേ സിനിമാക്കാരനും ഉള്ളൂ. അയാളിൽ പേരും പ്രശസ്തിയും കുറേ ബ്ലാക്ക് മണിയും വൈറ്റ് മണിയുമായി കുറേ കോടികളും ഉണ്ടെങ്കിൽ എന്ത് പോക്കൃത്തിനും കാണിക്കാനുള്ള അവകാശമില്ല എന്ന് ഒരുപാട് പേര് അറിഞ്ഞില്ലെങ്കിൽ സ്വയം അറിയുന്നത് നല്ലതാണ്. അതാണ് എനിക്ക് പറയാനുള്ള ആനുകാലികമായ ഒരു സംഭവം.